ലക്ഷ്യസ്ഥാനങ്ങളിലേക്കല്ല കൊണ്ടുപോകുന്നത്. മനുഷ്യ മനസ്സിന്റെ ഏറ്റവും ഇരുണ്ട ചില കോണുകളിലേക്കാണ്. പകലിന്റെ വെളിച്ചത്തിൽ നാം കാണുന്നതിനേക്കാൾ വലിയ സത്യങ്ങൾ ഈ രാത്രിയുടെ ഇരുട്ടിനുണ്ട്. തിരുവനന്തപുരത്തെ പാലോട് മൈലമൂട് ഗ്രാമത്തിനടുത്തുള്ള ഈ കൊടുംവളവിൽ നിൽക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് കാറ്റിന്റെ ശബ്ദമല്ല, കാലം മായ്ക്കാൻ ശ്രമിച്ചിട്ടും മായാതെ നിൽക്കുന്ന ഒരു നെടുവീർപ്പാണ്. നമ്മൾ എപ്പോഴും ഭയക്കുന്നത് അമാനുഷികമായ ശക്തികളെയാണ്. എന്നാൽ ഒരു പ്രേതത്തിനും പിശാചിനും ചെയ്യാൻ കഴിയാത്തത്ര ക്രൂരതകൾ മനുഷ്യൻ ഈ മണ്ണിൽ ചെയ്തിട്ടുണ്ട്. സുമതി വളവ് ഇതൊരു ഭയത്തിന്റെ കഥയല്ല, മറിച്ച് മനുഷ്യൻ എന്ന മഹാദുരന്തത്തിന്റെ ബാക്കി പത്രമാണ്. ഈ കാടിന്റെ നിശബ്ദതയ്ക്ക് നമ്മളോട് ചിലത് ചോദിക്കാനുണ്ട്. മരണത്തെക്കാൾ ഭയാനകമാണ് വിശ്വസിച്ചവരുടെ ചതി. അന്ന് ഈ മണ്ണിൽ വീണത് വെറുമൊരു സ്ത്രീയുടെ ചോരയായിരുന്നില്ല, സ്നേഹത്തിന്റെ കാവൽ നിൽക്കേണ്ട ഒരു ഗർഭപാത്രത്തിന്റെ ജീവനായിരുന്നു. തന്റെ ഉള്ളിൽ തുടിക്കുന്ന കുഞ്ഞുമായി പ്രിയപ്പെട്ടവന്റെ കൈപിടിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് നടന്നു കയറാമെന്ന് സുമതി വെറുതെ മോഹിച്ചു. പാങ്ങോട് മതിര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോകാമെന്ന് കരുതി തന്റെ കാമുകൻ രത്നാകരന്റെയും അവന്റെ സുഹൃത്തായ രവീന്ദ്രന്റെയും കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൾ നടന്നത് സ്വന്തം മരണത്തിലേക്കായിരുന്നു എന്ന് അവൾ അറിഞ്ഞില്ല. ഇവിടെന്നും വഴി മാറിയെന്ന് തോന്നുന്നു. ഇല്ല, ഈ വഴിയാണ്. ശാന്തമായിരിക്കും. വിശ്വാസം അതായിരുന്നു മനുഷ്യ ചരിത്രത്തിൽ പലർക്കും സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ്. സുമതിക്കും സംഭവിച്ചത് അതുതന്നെയാണ്. ആ രാത്രിയിലെ കാർമേഘങ്ങൾക്കും പെരുമഴയ്ക്കും മാത്രമേ അവളുടെ അവസാനത്തെ ശ്വാസത്തിന്റെ ചൂടറിയൂ. ജീവന് വേണ്ടി അവൾ യാചിച്ചപ്പോൾ ആ കഴുത്തറുക്കാൻ രത്നാകരന്റെ കൈകൾ വിറച്ചില്ല. ഈ കരിമരക്കാടുകൾ പോലും ആ ക്രൂരത കണ്ട് ഭയം കൊണ്ട് മരവിച്ചിട്ടുണ്ടാകും. നിയമം ആ കൊലപാതകികൾക്ക് 12 വർഷത്തെ തടവ് നൽകി. അവർ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി സാധാരണ ജീവിതം നയിച്ചു. എന്നാൽ നാടിന്റെ നൊമ്പരം അടങ്ങിയിരുന്നില്ല. ചപ്ലാങ്കട്ടയുടെ താളത്തിൽ അന്ന് തെരുവുകളിൽ മുഴങ്ങിയ സുമതി കൊലക്കേസ് എന്ന പാട്ടുപുസ്തകം വെറും ഒരു കച്ചവടമായിരുന്നില്ല. നിയമം മറന്നാലും ഒരു ജനത
ആ കണ്ണീരിനെ എങ്ങനെ നെഞ്ചിലേറ്റി എന്നതിൻ്റെ വലിയൊരു സാക്ഷ്യമായിരുന്നു അത്. സുമതി മരിച്ചു. എന്നാൽ അവളുടെ പേരിൽ ഒരു മിഥ്യ അവിടെ ജനിക്കുകയായിരുന്നു. ചോരയ്ക്ക് ദാഹിക്കുന്ന, പ്രതികാരം തീർക്കാൻ നടക്കുന്ന സുമതിയുടെ ആത്മാവ്. ഇതായിരുന്നു കഥ. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊന്നാണ്. ഒരു മനുഷ്യന്റെ അകാല മരണത്തെ പോലും എത്ര ക്രൂരമായാണ് ഈ ലോകം ഉപയോഗിക്കുന്നത്. രാത്രി ജോലിയും കഴിഞ്ഞു വരുന്ന പാവങ്ങളെ കൊള്ളയടിക്കാനും അവരെ കൊന്നു മരത്തിൽ കെട്ടിത്തൂക്കാൻ പോലും ധൈര്യം കാണിക്കുന്ന ഒരു പറ്റം സാമൂഹ്യ വിരുദ്ധർ സുമതിയുടെ ആത്മാവിനെ ഒരു മറയാക്കി മാറ്റി. എന്നാൽ യുക്തിയോടെ ചിന്തിക്കുന്ന ആരുടെയും മനസ്സിൽ ഉയരുന്ന വളരെ ലളിതമായ ഒരു ചോദ്യമുണ്ട്. സുമതിക്ക് ശരിക്കും പ്രതികാരം ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അവൾ ആദ്യം ഇല്ലാതാക്കേണ്ടത് അവളെ ചതിച്ച ആ കൊലപാതകികളെയല്ലേ? അല്ലാതെ അന്നന്നത്തെ അന്നത്തിനായി വിയർപ്പൊഴുക്കി മടങ്ങുന്ന പാവപ്പെട്ടവരാണ്? ഉത്തരം വ്യക്തമാണ്. ഇവിടെ അലഞ്ഞു തിരിഞ്ഞത് ഒരിക്കലും പ്രേതങ്ങളായിരുന്നില്ല. പണത്തിനു വേണ്ടി ഇരുട്ടിൽ വേഷം കെട്ടിയ മനുഷ്യർ തന്നെയാണ് നീച മനുഷ്യർ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ രാകേഷ് ഗോപാൽ. ഇത് വേണാംബിക. നമ്മുടെ അന്വേഷണങ്ങൾ എപ്പോഴും പുറത്തേക്കാണ്. ഇരുട്ടിലെ അദൃശ്യ ശക്തികളെയാണ് നാം എപ്പോഴും ഭയക്കുന്നത്. എന്നാൽ ഒരു മരണം എങ്ങനെയാണ് ഒരു മിഥ്യയായി മാറുന്നതെന്നും ആ മിഥ്യ എങ്ങനെയാണ് കുറ്റവാളികൾക്ക് വളമാകുന്നതെന്നും സുമതി വളവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രേതാലയം മനുഷ്യന്റെ മനസ്സ് തന്നെയാണ്. അവിടെയാണ് വിദ്വേഷത്തിന്റെയും സ്വാർത്ഥതയുടെയും ചതിയുടെയും ദുരാത്മാക്കൾ ഉറങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് നാം ഭയക്കേണ്ടത് ഇരുട്ടിനെയല്ല, നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മോട് ചിരിക്കുന്ന മനുഷ്യരുടെ ഉള്ളിലെ ആ കാണാ കയങ്ങളെയാണ്. ഈ ചിന്തകളുമായി മറ്റൊരു ചരിത്രഭൂമിയിൽ നമുക്ക് വീണ്ടും കാണാം.